അവരുടെ അവസരവാദമാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. അവർക്ക് ആരെയും കൂട്ടാം. അവർ തൊട്ടാൽ എല്ലാവരും ശുദ്ധമായി. അവരുടെ കൂടെ കൂടാത്തവരെല്ലാം അശുദ്ധി ഉള്ളവരായിട്ട് CPM കൽപ്പിക്കുന്നു. പണ്ട് രാഷ്ട്രീയത്തിൽ തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകും എന്നതായിരുന്നു ഒരു പഴഞ്ചൊല്ലെങ്കിൽ CPM തൊട്ടാൽ എല്ലാവരും ശുദ്ധരാകും. CPMനെ എതിർക്കുന്നവരെല്ലാവരും അശുദ്ധിയുള്ളവരായിട്ട് മാറും. അവരുടെ ആ അവസരവാദ നയം കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും വിലപ്പോവില്ല. UDFന്റെ പൊളിറ്റിക്കൽ സുന്നി വിഭാഗമുണ്ട്, പ്രത്യേകിച്ച് കാന്തപുരം വിഭാഗങ്ങളൊക്കെ വലിയ എതിർപ്പ് വരുന്നുണ്ട്. അവർ പറയുന്നത് മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ചോ എന്ന് VD സതീശൻ വ്യക്തമാക്കണമെന്നാണ് അവരുടെ സംസ്ഥാന നേതാക്കൾ പറയുന്നത്. പ്രത്യേകിച്ച് കാന്തപുരത്തിന്റെ മകൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത്. അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ജമാഅത്തിന്റെ വോട്ട് കിട്ടുമ്പോൾ മറ്റു വോട്ടുകൾ നഷ്ടപ്പെടുമോ? ഇല്ല, അങ്ങനെ നഷ്ടപ്പെടേണ്ട വോട്ടുകളില്ല. എല്ലാ വോട്ടുകളും സമാഹരിക്കാൻ സാധിക്കുന്ന ഞങ്ങൾ പ്രതീക്ഷ. UDFന്റെ പൊളിറ്റിക്കൽ ബ്രെയിൻ ആണ് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി സ്വരാജ് സമാനമായ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. UDFന്റെ നയരൂപീകരണത്തെ ഏതായാലും സ്വരാജിന്റെ ബ്രെയിൻ ഞങ്ങൾ കടമെടുക്കുന്നില്ല. ഞങ്ങളെല്ലാ സ്ഥാനാർത്ഥി എന്താ അഭ്യർത്ഥിക്കുന്ന എല്ലാ വോട്ടുകളും CPMകാരുടെ വോട്ടും വേണമെന്ന് ഞങ്ങൾ നാടിൻ്റെ നന്മ കാക്ഷിക്കുന്ന CPMകാരും UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. CPMന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. അവരെന്ത് ചെയ്താലും അതിന് ന്യായീകരണമുണ്ട്. CPM എന്ത് ചെയ്താലും അവരതിനെ ന്യായീകരിക്കും. CPMന്റെ അവസരവാദം വളരെ വ്യക്തമാണ്. അത് നിങ്ങൾ വിശകലനം ചെയ്യും, ജനങ്ങൾ വിശകലനം ചെയ്യും. അവരെന്താണ് മദനിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അവരെന്താ പറഞ്ഞത്? തീവ്രവാദ കേസിൽപ്പെട്ട ആളെ ഞങ്ങൾ പിടിച്ചുകൊടുത്തിരിക്കുന്നു എന്ന അവകാശവാദം ഉന്നയിച്ചവർ പിന്നീട് ഇപ്പോൾ അതിന്റെ വക്താക്കളായിട്ട് മാറി. ജനങ്ങൾ വിലയിരുത്തട്ടെ.